So hello friends, your family counselor Abhilash Champath നിങ്ങളുടെ മുന്നിൽ എഗെയിൻ വന്നിരിക്കുകയാണ് നമ്മുടെ കൗൺസിലിംഗ് വീഡിയോസിൻ്റെ ഒരു കണ്ടിന്യൂഷനുമായിട്ട്. ഏതാനും ആഴ്ചകളായി ഞാൻ വീഡിയോസ് എനിക്ക് ഇടാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏതാനും എപ്പിസോഡ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് എന്താണ്, മൈൻഡിനെ കുറിച്ചിട്ടുള്ള ഡെഫിനേഷൻ എന്താണ്, സന്തോഷം എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടേമാണ്, എല്ലാവർക്കും പരിചിതമായ ടേമാണ്, കൂട്ടിക്കോളൂ. പക്ഷേ ആ ടേമിൻ്റെ പേരാണ് കൗൺസിലിംഗ്. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഞാനൊരു കരിയർ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 11-12 വർഷത്തോളമായി. അപ്പോൾ ഇത്രയും കാലയളവിനുള്ളിൽ ഇത്രയും കാലത്തിനുള്ളിൽ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ആദ്യം ഒക്കെ ഞാനൊരു 11-12 വർഷങ്ങൾക്ക് മുമ്പ് കൗൺസിലിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കൗൺസിലറെ കാണാൻ പോവുക, ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോവുക, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്റ്റിഗ്മയായിരുന്നു ആൾക്കാരുടെ മുമ്പിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് അങ്ങനെ ആശങ്കപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കാരണം ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഓക്കെ, കൗൺസിലിങ്ങിന് പോകുന്നത് ഒരു പ്രശ്നമാണ്, സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ്, സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ്. ബിക്കോസ് ഇവരെയൊക്കെ കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രാന്തമുള്ള ആൾക്കാർ ചികിത്സിക്കാൻ പോകുന്നതാണ് ഈ പറഞ്ഞ കൗൺസിലിങ്ങിന് പോകുന്നതും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതും സൈക്കാട്രിസ്റ്റിന് പോകുന്നതൊക്കെ പ്രാന്തമുള്ള ആൾക്കാർക്ക് ചികിത്സയ്ക്ക് പോകുന്നതല്ലേ എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രാന്ത് എന്നൊക്കെ പറയുന്നതൊക്കെ കുറേ വിഷയങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വരുന്ന എപ്പിസോഡ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ലൈഫിൽ കൺഫ്യൂഷൻസ് അനുഭവിക്കുന്ന ആൾക്കാരെ എങ്ങനെ സഹായിക്കാം എന്നുള്ള ഒരു രീതിയാണ് നമുക്ക് കൗൺസിലിങ്ങിലൂടെയും മറ്റ് മനസ്സിന് ആശ്വാസം പകരുന്ന രീതിയിലുള്ള ചികിത്സാ പദ്ധതികളിലൂടെയൊക്കെ ഞങ്ങളെപ്പോലുള്ള സൈക്കോളജിസ്റ്റുമാരും കൗൺസിലർമാരും ഫാമിലി കൗൺസിലർമാരും സൈക്കാട്രിസ്റ്റുമാരും ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 12 വർഷങ്ങളായി ഞാൻ ഈ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു രീതിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അതൊരു സേവനം കൂടിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഒട്ടനവധി പേരുടെ ജീവനും ജീവിതവും എല്ലാം രക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ്, ഒരു തൊഴിലാണ്, ഒരു മേഖലയാണ്, ഒരു സേവന മേഖലയാണ് ഞങ്ങളുടെ ഈ കൗൺസിലിംഗ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നതിൻ്റെ ശരിക്കുള്ള ഒരു ചുരുക്കത്തിലൊരു ഡെഫിനേഷൻ തന്നെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. കൗൺസിലിംഗ് എന്നത് എന്താണ്? കൗൺസിലിംഗ് എന്നാൽ ഒരു പരിശീലനം നേടിയ കൗൺസിലറുമായി സംവദിക്കുന്ന വ്യക്തിക്ക് സ്വന്തം പ്രശ്നങ്ങൾ തുറന്നു പറയുവാനും മനസ്സിലാക്കുവാനും സഹായിക്കുന്ന ഒരു പ്രത്യേക പ്രക്രിയയാണ് കൗൺസിലിംഗ് എന്നാണ് ഡെഫിനിഷൻ. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം മാനസികാരോഗ്യവും ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താൻ ഉള്ള ഒരു സഹായം നൽകുന്ന ഒരു പ്രക്രിയയും കൂടിയാണെന്നുള്ളതാണ് കൗൺസിലിംഗ് എന്നുള്ള വാക്കിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതിലെവിടെ പ്രാന്ത് എന്നുള്ള വാക്ക് എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്ത് എന്നുള്ളതല്ല അർത്ഥം. ഞാനൊരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ആ തുടക്കത്തിൽ ഒരു 2013-14 കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ തുടങ്ങി വന്ന് കുറച്ച് എക്സ്പീരിയൻസ് ആവുന്ന സമയത്ത് ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ പ്രമുഖമായ ഒരു സ്കൂളിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൗൺസിലിംഗ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. അപ്പോൾ അവിടെ ചായ കൊടുക്കുന്ന ചേച്ചിമാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ കൊടുക്കുന്ന ചേച്ചിമാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇതുവരെ ഒരു 2 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 3ാമത്തെ ആളായിട്ടാണ് അവിടെ എൻ്റെ ക്യാബിനിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ചേച്ചി ചായ കൊണ്ടുവരുന്ന സമയത്ത് അതിന് 2 ചായ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മറ്റു ചേച്ചി പറയുന്നത്, 3 ചായ വേണ്ടേ, മാനസികത്തിൻ്റെ ആൾക്ക് ഒരു ചായ വേണ്ടേ എന്നുള്ള കാര്യം. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് മാനസികത്തിൻ്റെ ആളായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയല്ല, അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ നല്ല കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരുപാട് കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും വിശദാംശങ്ങളും എല്ലാം ഞാൻ ഇനി വരുന്ന കൗൺസിലിംഗ് സീരീസിലേക്ക് കൗൺസിലിംഗ് സീരീസിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കൗൺസിലിംഗ് എന്നുള്ള വാക്കിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി കൗൺസിലിംഗ് എന്നുള്ള ഒരു പ്രക്രിയ കേട്ടോ. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റിയിട്ട് ഒരു ചെറിയൊരു ടാസ്ക് അല്ല, ഒരു ചടങ്ങല്ല. അത് ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു ഗ്രാവിറ്റി, അതിൻ്റെ ഒരു വോള്യം, അതിൻ്റെ ഒരു തീവ്രത അനുസരിച്ചുകൊണ്ട് കൗൺസിലിംഗ് എന്നുള്ള പ്രക്രിയയുടെ സമയവും ദൈർഘ്യവും എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യം ചുരുക്കത്തിൽ ഞാൻ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യങ്ങൾ കേട്ടോ. കൗൺസിലിംഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ വ്യക്തിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുക, 1; ഉത്തമ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുക, 2; ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, 3; മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, 4; ജീവിത നിലവാരത്തിൽ മാറ്റം വരുത്തുക, 5. ഇതിലെവിടെയാ പ്രാന്ത്, വട്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ? അപ്പോൾ അതില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറയും, കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മാനസികമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്തുകൊണ്ട് അവരെ മുൻനിരയിലേക്ക് സന്തോഷത്തോടു കൂടി പ്രശ്നരഹിതമായി എന്ന് പൂർണ്ണമായിട്ടും പറയാൻ വയ്യ, പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളെയൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് അവരെ എങ്ങനെ മുന്നോട്ട്, പ്രശ്നങ്ങളെ മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും എന്നുള്ളതാണ് ഈ കൗൺസിലിംഗ് എന്നുള്ള ഒരു പ്രക്രിയയുടെ ഒരു ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അറിയോ, ഒരുപാട് സ്വകാര്യത ഉള്ള കാര്യങ്ങൾ ഒരുപാട് പേർക്ക് പറയാനുണ്ടെന്നുള്ളതാണ്.
അപ്പോൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾ കൂടെ ആയതുകൊണ്ട് എനിക്ക് ശക്തമായിട്ട് പറയാൻ പറ്റും. കാരണം ഒട്ടനവധി പ്രശ്നങ്ങളാണ് മനുഷ്യൻ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നിഷ്പക്ഷമായി ആരോടെങ്കിലും ചർച്ച ചെയ്യാൻ ഒരു വേദി നമ്മുടെ നാട്ടിൽ പൊതുവേ ഇല്ല. ഉണ്ട്, വിദേശ രാജ്യങ്ങളിലെല്ലാം ജനസംഖ്യ വളരെ കുറവായതുകൊണ്ട് തന്നെ ഒട്ടനവധി കൗൺസിലേഴ്സും ഒട്ടനവധി സോഷ്യൽ വർക്കർമാരും അവിടെ അനിവാര്യമാണ്. ബിക്കോസ് അവിടെ ജനസംഖ്യ കുറവാണ്, അല്ലെങ്കിൽ സോഷ്യൽ കണക്ഷൻ കുറവാണ്, അവരുടെ പ്രശ്നങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെക്കാനുള്ള വേദി ഇല്ലാത്തത് കാരണമാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ജനസംഖ്യ ഉണ്ട്, ആൾക്കാരുണ്ട്, പക്ഷേ ഒരു വ്യക്തിപരമായൊരു കാര്യം ആരോട് തുറന്നു പറയാൻ സാധിക്കും എന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നമാണ് എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം. അപ്പോൾ മേ ബി ഇന്ന് ഒരു നല്ല ആത്മാർത്ഥ സുഹൃത്തിനോട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പങ്കുവെച്ചുവെങ്കിൽ ഈ ആത്മാർത്ഥ സുഹൃത്ത് നാളെ ഒരു പക്ഷേ തെറ്റിപ്പോവില്ല എന്ന് നമുക്ക് പറയാൻ വയ്യ. ഒപ്പം തന്നെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയോട് ചില കാര്യങ്ങൾ പറയുന്നതിൽ ചില ആൾക്കാർക്ക് ഒരു പരിമിതികളുണ്ടാവും, ചില വിഷയങ്ങൾ. ഒപ്പം തന്നെ കുടുംബത്തിലെ മറ്റംഗങ്ങളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നതിൽ പരിമിതികളും ഉണ്ടാവും പല ആൾക്കാർക്കും. അവിടെ നിഷ്പക്ഷമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അവരുടെ നേരത്തെ പറഞ്ഞ ലക്ഷ്യങ്ങൾ, കൗൺസിലിംഗ് ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രൊഫഷണലായിട്ട് സമീപിക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ കൗൺസിലർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആരാണ് ഈ കൗൺസിലർ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. കൗൺസിലർ ഒരു പരിശീലനം നേടിയ വിശ്വസനീയതയും സ്വകാര്യതയും പുലർത്തുന്ന വ്യക്തിയാണ്. അവർ മൂല്യനിർണ്ണയമോ വിധി നിർണ്ണയമോ ചെയ്യാതെ വ്യക്തിക്ക് മനസ്സിൻ്റെ ആന്തരിക സംഘർഷങ്ങൾ തിരിച്ചറിയാനും അതിൽ നിന്ന് മോചനം നേടുവാനും സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മളൊരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള വ്യക്തിയെ നമ്മൾ കാണേണ്ടത്. അവിടെ തെറ്റിദ്ധാരണകൾ ഒന്നുമില്ല. ഇനി അത്തരം ആൾക്കാരാണ് പ്രൊഫഷണൽ കൗൺസിലേഴ്സ് എന്ന് പറയാം. ഇന്നിപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒട്ടനവധി പുതിയ ആൾക്കാർ കയറി വരുന്നുണ്ട്. ഞങ്ങളുടെ ടീമിൽ തന്നെ സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കർ, സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്ന കൗൺസിലർ എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് ഒട്ടനവധി കുട്ടികൾ, പുതിയ ആൾക്കാർ കയറി വരുന്നുണ്ട്. ബിക്കോസ് എല്ലാവർക്കും ഈ മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. കാരണം അതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒട്ടനവധി കുട്ടികൾ ഇൻറ്റേൺഷിപ്പിന് വരുന്നു, ഒട്ടനവധി സൈക്കോളജി, സൈക്കാട്രി, ഒട്ടനവധി BSc നഴ്സിംഗ് കുട്ടികൾ ഒക്കെ സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇൻറ്റേൺഷിപ്പിന് വേണ്ടി വരുന്നത്. കാരണം മാനസികാരോഗ്യം എന്ന് പറയുന്നത് അത്രയും പ്രധാനമാണല്ലോ. ഞാൻ പൊതുവേ പറയും, ഒരു മനുഷ്യന് സന്തോഷവും സമാധാനവും വേണം. ഈ സന്തോഷവും സമാധാനം ഇല്ലാണ്ട് എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ അശാസ്ത്രീയമായി സമീപിക്കുന്ന ചില ആൾക്കാരാണ് ഈ ചില മന്ത്രവാദികളും അതുപോലത്തെ ആൾക്കാരുമായിട്ടാണ് സാധാരണക്കാരന് മനസ്സിന് സമാധാനമില്ല, കുടുംബ പ്രശ്നം അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന മറ്റൊരുപാട് പ്രശ്നങ്ങൾ, ഇതൊക്കെ സമീപിക്കുന്നത് മന്ത്രവാദികളെ പോലെ ആൾക്കാരുമായിട്ടാണ്. അതൊന്നും ശാസ്ത്രീയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ശാസ്ത്രീയമായി ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ മുൻ വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരുന്നു. എങ്ങനെയാണ് മനസ്സമാധാനം കുറയുന്നത്, അത് കൂട്ടാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, എന്തൊക്കെ ഹോർമോൺസാണ് വർക്ക് ചെയ്യുന്നത് സന്തോഷവും സമാധാനം കിട്ടാൻ വേണ്ടി, അതൊക്കെ ശാസ്ത്രീയമായി നമ്മൾ ഒരു സൈക്കോളജിസ്റ്റും ഒരു സൈക്കാട്രിസ്റ്റും ഒരു കൗൺസിലറും എല്ലാം ഉണ്ടാക്കി കൊടുത്ത് ആ വ്യക്തിക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇത് മന്ത്രവാദത്തിലൂടെ എങ്ങനെയാണ് ഈ ഹോർമോൺ ചേഞ്ച് ഉണ്ടാവുക എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളിലേക്ക് ഒരു വെളിച്ചം വീശുന്നത് കൂടിയാണ് ഇത്തരം എൻ്റെ ഈ വീഡിയോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് എപ്പോഴാണ് ആവശ്യമാവുക എന്നുള്ള അടുത്ത ചോദ്യം. ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം എന്ന് പറയുന്ന ഒരു പ്രശ്നം, പിന്നെ ആശങ്ക അല്ലെങ്കിൽ ഭയം, ഉത്കണ്ഠ, ആങ്സൈറ്റി എന്ന് പറയുന്ന വിഷയം, പിന്നെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ, കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ, സുഹൃത്ത് ബന്ധങ്ങളായിക്കോട്ടെ, സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളായിക്കോട്ടെ, ഏതുതരം ബന്ധങ്ങളുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നമുക്കൊരു കൗൺസിലിംഗ് സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. പഠന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, കുട്ടികൾക്ക് ഒട്ടനവധി രീതിയിലുള്ള പഠന പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ ഓർമ്മശക്തിയുടെ പ്രശ്നം, പഠന വൈകല്യം മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്കും കൗൺസിലിംഗ് സപ്പോർട്ട് ആവശ്യമാണ്. പിന്നെ ജോലി സംബന്ധമായ സമ്മർദ്ദം, നമ്മൾ ജോബ് സ്ട്രെസ് എന്നൊക്കെ പറയും. അവനവന് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ ലോഡ് വരുന്ന ഒരു വ്യവസ്ഥയും അല്ലെങ്കിൽ ഏതൊരു സംഗതിയും നമുക്ക് ഒട്ടനവധി മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെയാണ് ജോലിയിലും ഉണ്ടാകുന്നത്. അപ്പോൾ ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ കൗൺസിലിംഗ് നമുക്ക് ആവശ്യമാണ്. പിന്നെ ആത്മഹത്യാ സ്വഭാവങ്ങൾ, തീർച്ചയായിട്ടും അത് വലിയൊരു ഇന്ന് കാലത്ത് നമ്മളൊരു ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 മരണത്തിൽ ഒരു മിനിമം ഒരു 3-4 മരണമെങ്കിലും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ഒരാൾക്ക് തോന്നുമ്പോൾ അതിനകത്ത് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. അത് ഒരു മനസ്സിൻ്റെ പ്രശ്നമാണ്. മനസ്സെന്ന് വെച്ചാൽ കുറേ ഹോർമോണുകളാണ്. അതൊക്കെ ഞാൻ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് ഒരാളുടെ ആത്മഹത്യാ പ്രേരണ, ആത്മഹത്യാ ചിന്തകളെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് ഒരാളെ ശരിക്കും ഒരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് പ്രതീക്ഷയോടുകൂടി കൊണ്ടുവരുവാൻ ഒരു കൗൺസിലർക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ലഹരി പദാർത്ഥ ഉപയോഗം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഡി അഡിക്ഷൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒട്ടനവധി പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നമാണല്ലോ ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത്. അത് മദ്യമായിക്കോട്ടെ, മയക്കുമരുന്നായിക്കോട്ടെ, അത് എല്ലാ രീതിയിലുള്ള അത് നാച്ചുറൽ സബ്സ്റ്റൻസസ്, സിന്തറ്റിക് സബ്സ്റ്റൻസസ്
ഡിഫറൻസസ് നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇന്നൊരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ എന്താണ് കൗൺസിലിംഗ്, എന്താണ് കൗൺസിലർ, ആരാണ് കൗൺസിലർ എന്നൊക്കെ, അല്ലെങ്കിൽ എന്താണ് കൗൺസിലിങ്ങിൻ്റെ ഉദ്ദേശം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. പക്ഷേ ഇതിനെ ഞാൻ ഈ പറഞ്ഞ ഡിപ്രഷൻ എന്താണ്, ആശങ്ക എന്താണ്, ഒട്ടനവധി ആങ്സൈറ്റി എന്താണ്, മറ്റ് മാനസിക പ്രശ്നങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് വീഡിയോസ് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. ബിക്കോസ് ഇത് ഈ മനസ്സിനെ കുറിച്ചുള്ള ഒരു മിഥ്യ അത് ഒട്ടനവധി പേരിലേക്ക് ഉണ്ട്, പടർന്നു കിടക്കുന്ന ഒരു സംഭവമാണ്. കാരണം മനസ്സ് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റിയ ഒരു സ്കാനിങ്ങിലോ ടെസ്റ്റിലോ റിപ്പോർട്ടിലോ ഒന്നും എടുത്ത് കാണിക്കാൻ പറ്റാത്തൊരു സംഭവമായത് കാരണം മനസ്സ് എന്ന് പറയുന്നത് അനുഭവിക്കുമ്പോൾ തന്നെയാണ് മനസ്സിലാക്കുക. സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, വിഷാദമായിക്കോട്ടെ, നെഗറ്റീവ് ഫീലിങ്സ് ആയിക്കോട്ടെ, പോസിറ്റീവ് ഫീലിങ്സ് ആയിക്കോട്ടെ, അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ മനസ്സിനെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ സോൾവ് ആക്കാനാണ് നമ്മൾ ഈ കൗൺസിലിങ്ങിനോട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി കൗൺസിലിംഗ് ഏതൊക്കെ തരത്തിലുള്ള കൗൺസിലിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യക്തിഗത കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്, വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരുടെ പുരോഗതിക്കുള്ള കൗൺസിലിംഗ്. അത് ഞാൻ പറഞ്ഞുതരാം വിശദമായിട്ട്. ഈ പറഞ്ഞ ഓരോ ഹെഡിങ്ങുകളും ഞാൻ വിശദമായിട്ട് മറ്റു വീഡിയോകളിൽ വരുന്ന വീഡിയോകളിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. വ്യക്തിഗത കൗൺസിലിംഗ്, അതായത് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിംഗ് എന്ന് പറയും. പിന്നെ ദമ്പതികൾക്കുള്ള കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, മാരേജ് കൗൺസിലിംഗ് എന്ന് പറയും. പിന്നെ കുടുംബ കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ് എന്ന് പറയും. വിദ്യാർത്ഥികൾക്കായിട്ടുള്ള കൗൺസിലിംഗ്, സ്റ്റുഡൻറ്റ് കൗൺസിലിംഗ് എന്ന് പറയും. കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ്, അത് ഒരു വ്യക്തിക്ക് എന്തൊക്കെ കരിയർ, എന്തൊക്കെ ജോബ് ചൂസ് ചെയ്യണം എന്നുള്ളൊരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കുന്ന കൗൺസിലിംഗ് ആണ് കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പിന്നെ മാനസിക ആരോഗ്യ കൗൺസിലിംഗ്, അത് മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ്, മനസ്സിൻ്റെ ആരോഗ്യം, അത് ഡിപ്രഷനില്ല, അല്ലെങ്കിൽ ഉത്കണ്ഠയില്ല, അനാവശ്യമായിട്ട് ടെൻഷനില്ല, മറ്റ് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവർക്ക് മാനസിക പിന്തുണ കൊടുക്കുന്ന രീതിയിലുള്ള കൗൺസിലിംഗ് ആണ് ഉള്ളത്. അപ്പോൾ ഇത്തരം ഒക്കെയാണ് കൗൺസിലിംഗ് ഇത്തരം വിധം ഉള്ള കൗൺസിലിംഗൊക്കെയാണ് പൊതുവെ കാണുക. അപ്പോൾ ഇതിനെക്കാളും ഇനിയും ഒരുപാട് കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വരുന്ന വീഡിയോകളിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ദയവേത് ആദ്യമായി കാണുകയാണെങ്കിൽ ദയവേത് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും പരമാവധി എത്തിക്കുക. ഒപ്പം തന്നെ ഇതിന് മുന്നുള്ള ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ ഈ മനസ്സിനെക്കുറിച്ച്, എന്താണ് മനസ്സ്, അത്തരം കാര്യങ്ങളെല്ലാം ഉള്ള വീഡിയോസ്, ഇതിന് മുന്നുള്ള വീഡിയോസ് കണ്ടു വന്നതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമായിരിക്കും. അപ്പോൾ ഇനിയും മനസ്സുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വെല്ലുവിളികൾ കണ്ടെത്തി നമുക്ക് മനസ്സെന്ന മിഥ്യയെ സത്യമാക്കുവാനുള്ള ജീവിതം എന്ന ദുരന്തത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രസന്നതയുള്ള ഒരു ജീവിതമാക്കി മാറ്റുവാനും, ഏറ്റവും ദുഃഖകരമായിട്ട് ജീവിതത്തിനെ സന്തോഷകരമായിട്ട് ജീവിതമാക്കി മാറ്റുവാനും എങ്ങനെയാണ് ഒരു മാനസികാരോഗ്യ വിദഗ്ധന്, ഒരു മനഃശാസ്ത്രജ്ഞന് സാധിക്കുക, ഒരു കൗൺസിലർക്ക് സാധിക്കുക എന്നുള്ള ഒട്ടനവധി വീഡിയോസുമായി ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും യുവർ ഫാമിലി കൗൺസിലർ അഭിലാഷ് ചെമ്പത്ത്, സൈനിങ് ഓഫ്. ടാറ്റ.